കുട്ടികൾ പാഠ്യവിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നേരിടാൻ കൂടി പഠിക്കണ്ടേ? വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ മാർഗരേഖയുമായി വന്നിരിക്കുകയാണ് കേരള സർക്കാർ. അത്യാഹിതങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള മെഡിക്കൽ എമർജൻസി പദ്ധതി എല്ലാ സ്കൂളുകളിലും തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. പാമ്പുകടി, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം പോലുള്ള അത്യാഹിതങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, തദ്ദേശ സ്ഥാപനം എന്നിവയുമായി ചേർന്ന് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണം. തൊട്ടടുത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രമായോ താലൂക്ക് ആശുപത്രിയുമായോ ചേർന്ന് പാമ്പ് വിഷ ചികിത്സ അടക്കം അടിയന്തര വൈദ്യസഹായങ്ങൾക്കായുള്ള രൂപരേഖ തയ്യാറാക്കണം. സ്കൂൾ പരിസരത്തെ പാഴ്ചെടികൾ നീക്കി വൃത്തിയാക്കിയും വെള്ളക്കെട്ടുകൾ ഇല്ലാതാക്കിയും വന്യജീവി ശല്യം, പാമ്പു ശല്യം എന്നിവ പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കണം. സ്കൂൾ കെട്ടിടം, ക്ലാസ് മുറികൾ, വൈദ്യുതോപകരണങ്ങൾ, കളിസ്ഥലം, സ്കൂൾ പരിസരം തുടങ്ങിയവ പരിശോധിക്കുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണം. സ്കൂളുകളിൽ പ്രഥമ ശുശ്രൂഷ കിറ്റ് നിർബന്ധമാക്കണം. തൊട്ടടുത്ത ആശുപത്രിയുമായി ചേർന്ന് 2 ജീവനക്കാർക്കെങ്കിലും പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനം നൽകണം. പാമ്പുകളുടെ സ്വഭാവത്തെക്കുറിച്ചും പാമ്പുകടിയേറ്റാലുള്ള അപകടങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ബോധവൽക്കരണം നൽകണം. വനം വകുപ്പിന്റെ സർപ്പ വോളണ്ടിയർമാരെ ഇതിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം.